ഇത് തന്നെ ഒരു 4 മടക്കുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അയൺ ചെയ്ത് തീർക്കാമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ചുരിദാറും ചൂസ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഞാൻ അയൺ ചെയ്ത് തീരാനാ? ഹലോ എവ്രിവൺ, വെൽക്കം ടു ഷാനോസ് ലോഞ്ച്. ഞാനിവിടെ ഷാനോണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് തുടങ്ങിയിട്ട് സ്കൂളിലായാലും കോളേജിലായാലും പിന്നെ അത് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പോകുന്ന പ്ലേസസിലായാലും ഓണം സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീലാണ്. നമ്മൾ അതിന് വേണ്ടി ഡ്രസ്സപ്പ് ചെയ്ത് അങ്ങനെ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ശരിക്കും ഓണം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും മൈൻഡിൽ ഓണം സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ സദ്യ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അതുപോലെ സദ്യ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എനിക്ക് സ്പെഷ്യലാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടെ സ്പെഷ്യലാണ് എനിക്ക് ഡ്രസ്സപ്പ് ചെയ്യാന്ന് പറയുന്നത്. ഇത് കുറേ നാൾ മുന്നേ തൊട്ട് തന്നെ എന്ത് കോസ്റ്റ്യൂം ഇടണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച് ആ കോസ്റ്റ്യൂം സെറ്റാക്കി അതിട്ടുകൊണ്ട് പോകാമെന്ന് പറയുന്നത്, പിന്നെ അതിന് വേണ്ടിയിട്ട് ചേർന്ന ആക്സസറീസ് മേടിച്ച് അല്ലെങ്കിൽ ആക്സസറീസ് സെറ്റാക്കി അതൊക്കെ ഇട്ട് അതൊരു രസമുള്ളൊരു കാര്യമാണ്. എനിക്ക് പൊതുവേ ഡ്രസ്സപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ പുതിയതായിട്ടൊരു കോസ്റ്റ്യൂമായിട്ട് മേടിച്ചിട്ടില്ല. ഞാനൊരു ബ്ലൗസ് മേടിച്ചു. അല്ലാതെ ബാക്കിയുള്ള കാര്യമൊക്കെ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പെയർ ചെയ്ത് അങ്ങനെ സെറ്റാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് എൻ്റെ കോസ്റ്റ്യൂംസും എല്ലാം കാണിച്ചു കൊണ്ടിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ ഹോസ്പിറ്റലിലുള്ള ഇവൻറ്റ്സ് ഒബ്വിയസ്ലി വ്ളോഗാക്കാൻ പറ്റുമെന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാതെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ എന്തായാലും ഇന്നൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. സോ ഇന്നത്തത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് വർക്കൗട്ട് ചെയ്യണം. സോ ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 6:37 ആ ഒരു സമയമാണ്. സോ ഫസ്റ്റ് പോയൊന്ന് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്താൽ നേരെ പോയി വർക്കൗട്ട് ചെയ്തിട്ട് വേഗം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഹായ് ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്തിപ്പോൾ മേലെ കയറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഈ ഫ്ലോർ കാണുമ്പോഴത്തേക്കും അത്രയ്ക്ക് ഒരു എന്താ പറയുക, ഇങ്ങനെ നമ്മൾ മെസ്സി ആയിട്ട് ഇട്ടേക്കുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ വീടിപ്പോൾ എന്താ പറയുക, ഈ ഫ്ലോർ ഒന്ന് റെനോവേറ്റ് ചെയ്തെടുത്തു. ബിക്കോസ് മാരേജിൻ്റെ പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് റെനോവേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്ലോർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഒന്ന് സെറ്റായി കഴിഞ്ഞ് ഞാനൊരു ഹോം ടൂർ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫ്ലോറിൽ എന്തിനാണ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഈ ഫ്ലോറിലാണ് നമ്മൾ അയണിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് അയൺ ബോക്സ് അല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റീമറാണ്. അപ്പോൾ സ്റ്റീമർ വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യമേ എനിക്കുള്ളൂ. ഞാൻ ആ സ്റ്റീമറിൻ്റെ റിവ്യൂ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഞാനിപ്പോഴും എനിക്ക് ആ സ്റ്റീമറിൻ്റെ യൂസ് എനിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ ചില ഡ്രസ്സുകൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയൺ ബോക്സിൻ്റെ നീഡ് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്തിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്രാവശ്യം പുതിയൊരു ഡ്രസ്സായിട്ടൊന്നും മേടിച്ചിട്ടില്ല. ഓണത്തിനിടാനായിട്ട് പുതിയൊരു ഡ്രസ്സ് മേടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡ്രസ്സാണ്. അപ്പോൾ അതൊന്നും അയൺ ചെയ്തെടുക്കാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോറിൽ വന്നേക്കുന്നത്. പിന്നെ അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അത് കാരണം കൊണ്ടിട്ട് എനിക്ക് ഓരോ നേരം ഓരോ ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് ഞാൻ എന്താ പറയുക, ഇന്ന് ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ അതല്ലാതെ വേറെ ഓണത്തിന് ഇനിയും ഇടാനുള്ള ഡ്രസ്സൊക്കെ കാണുമല്ലോ. അപ്പോൾ ഞാൻ രണ്ടെല്ലാം കൂടെ ചേർത്ത് ഞാൻ 2-3 ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തൊന്ന് അയൺ ചെയ്തിട്ട് താഴോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ അയൺ ചെയ്യാനായിട്ട് സെറ്റാക്കി വെച്ചേക്കുന്ന ഡ്രസ്സ്. ഇതെല്ലാം ഒന്ന് അയൺ ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് മാത്രം സമയമൊന്നുമില്ല. ബിക്കോസ് എന്തായാലും എനിക്ക് ഉച്ചയ്ക്കാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. പിന്നെ അറിയാമല്ലോ, ഒബ്വിയസ്ലി ഡ്രസ്സപ്പ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചെറിയ പരിപാടിയല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഡ്രസ്സപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേഗം ഒന്ന് അയൺ ചെയ്തിട്ട് വേഗം താഴോട്ടിറങ്ങി പോകണം. ഡ്രസ്സ് മാത്രമല്ലാതെ എനിക്ക് പിന്നെ മുല്ലപ്പൂ കൂടെ സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാപ്പായെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ മുല്ലപ്പൂ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് ഈ ഡ്രസ്സിൻ്റെ കാര്യം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം അടുത്ത കാര്യത്തിലോട്ട് പോകാം. പിന്നെ നന്നായിട്ടൊന്ന് എന്താ പറയുക, ഇനി ഒന്ന് ഫ്രഷപ്പ് ആവണമല്ലോ. അപ്പോൾ നമുക്ക് സ്പീഡിലങ്ങ് അയൺ ചെയ്യാം അല്ലേ. ലൈഫ് ഇസ് ഫുൾ ഓഫ് സർപ്രൈസസ് അല്ലേ, അതുപോലൊരു സംഭവമാണിത്. അതായത് ഇങ്ങനെ ഒരു അയൺ ബോക്സ് അല്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ അയൺ ബോക്സ് എപ്പോഴാണ് ഇവിടെ വന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതെനിക്ക് യൂസ് ചെയ്യാൻ അറിയുമെന്ന് പോലും എനിക്കറിയില്ല. ഇനി വേണം ഒന്ന് പരീക്ഷിച്ച് കണ്ടുപിടിക്കാനായിട്ട്. സമയമില്ലാത്ത സമയത്ത് ഇതൊരു 1.5 സർപ്രൈസ് ആയിപ്പോയി. അയൺ ബോക്സിനെ അധികം കഷ്ടപ്പെടുത്തിയില്ല. ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട്. സോ ഇത് വർക്കാവുമെന്ന് വിശ്വസിക്കുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീമർ യൂസ് ചെയ്ത് എനിക്ക് ഈ അയൺ ബോക്സ് അത്രയ്ക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ല ഗൈസ്. എനിക്ക് ഈ സെറ്റ് സാരി ഇതേപോലെ തന്നെ ഉടുത്തിട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ചെയ്യാനൊരു പേടിയാവുന്നു. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അയൺ ചെയ്ത് എനിക്ക് പ്രാക്ടീസ് ഇല്ലാതെ അയൺ ചെയ്ത് അവസാനം ഇനി എന്തെങ്കിലും പറ്റുമെന്ന് അറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് അയൺ ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു.
പക്ഷേ ഇനിയിപ്പോൾ വേറെ ഓപ്ഷനും ഇല്ല, നമുക്ക് സമയവും ഇല്ല. അത് കാരണം വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും സ്പീഡിൽ അയൺ ചെയ്തിട്ട് പോകാമെന്നേ ഉള്ളൂ. പണ്ടെങ്ങാണ്ട് ഏതോ ഒരു ഡ്രസ്സ് അയൺ ചെയ്യാൻ നോക്കി അവസാനം ആ ഡ്രസ്സ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹീറ്റ് കൂടിയിട്ട് ഉരുകിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാനും പേടിയാവുന്നു. കാരണം ഈ വേറൊരു സാരി ഒപ്പിക്കുക എന്ന് പറയുന്നത് നടപടിയാവുന്ന കാര്യമല്ല. എന്തായാലും ഒന്ന് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റായാൽ മതിയായിരുന്നു. ഒരു പാർട്ട് ഓഫ് ദ സാരി ഞാൻ അയൺ ചെയ്തു, ഇനി ഒരു പാർട്ടും കൂടെ ബാക്കിയുണ്ട്. എനിക്ക് ശരിക്കും അറിയാം, അതായത് ഞാൻ ചെയ്ത് അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല, അത്രയ്ക്ക് ചുളിവൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഇനി ഞാനതിൽ കൈ വെച്ചാൽ മിക്കവാറും ഇത് ഉരുകി പോകുന്നു തോന്നുന്നു. എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ വേറൊരു സാരി ഒപ്പിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറ്റുന്നത് വെച്ച് മതിയാക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പാർട്ടും കൂടെ വേഗം ഒന്ന് അയൺ ചെയ്തിട്ട് പോവാം. ഇതൊന്നും വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഗൈസ്. ഇത് തന്നെ ഒരു 4 മടക്കുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അയൺ ചെയ്ത് തീർക്കാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ചുരിദാറും ചൂസ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഞാൻ അയൺ ചെയ്ത് തീരാനാ, അതും എനിക്കറിയില്ല ഇത് അയൺ ചെയ്യാനായിട്ട്. ഗൈസ് എങ്ങനെയോ അയൺ ചെയ്ത് കഴിഞ്ഞു. ഗൈസ് എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്. ഇതിന് തന്നെ എനിക്കൊരു 1/2 മണിക്കൂർ എടുത്തു ടോട്ടൽ സാരി അയൺ ചെയ്യാൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് താഴെ പോകാനുള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തിരിച്ചിനിയും വന്ന് ഈ ചുരിദാർ അയൺ ചെയ്യാൻ വയ്യ. സോ അത്രയും ടൈം കൺസ്യൂമിങ് ആയിരിക്കുമല്ലോ എന്ന് തോന്നുന്നു. സോ വേഗം ഒന്ന് അയൺ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ഡ്രസ്സ് അയൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ താഴെ പോയി വേഗം റെഡിയായി ഡ്രസ്സപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഇനി അടുത്ത പരിപാടി. സോ നമുക്ക് വേഗം താഴോട്ട് പോകാം. ഗൈസ് അങ്ങനെ ഒരുപാട് സമയമെടുത്ത് ഈ സാരി അങ്ങ് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് തലയൊന്ന് കിട്ടണം. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സമയമായി, പക്ഷേ തലയിട്ടാതെ പോകാൻ പറ്റില്ലല്ലോ. സോ ഇതുകൊണ്ട് വേഗം ഒന്ന് തലയൊക്കെ സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഇറങ്ങണം. എൻ്റെ ബെഡും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. ബിക്കോസ് തിങ്സ് ഒക്കെ എടുത്ത് വലിച്ച് വാരി ഇട്ടിട്ടുണ്ട് ഈ സാരി ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഉമ്മയാണ് ശരിക്കും പറഞ്ഞാൽ സാരി ഉടുത്തതാണ്. ബിക്കോസ് എനിക്കങ്ങനെ സാരി ഉടുക്കാനൊന്നും അറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സാരിയല്ല, ഇത് സെറ്റും മുണ്ടുമാണ് കേട്ടോ. സോ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയും ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു തിരിച്ച് വരുന്നത് വരെ. കാരണം എനിക്കിത് മാനേജ് ചെയ്യാനും അറിയത്തില്ല. ഗൈസ് അങ്ങനെ ഞാൻ തലയൊക്കെ കെട്ടിയിട്ടുണ്ട്. സോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിന് വേണ്ട ചില ഓർണമെൻറ്റ്സ് ഇടുമല്ലോ. സോ ഇനി അതാണ് അടുത്ത പരിപാടി. ഇന്നത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇട്ടാൽ മതി. അങ്ങനെ ഇപ്പോൾ ഓർണമെൻറ്റ്സും കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തോ ഒരു കുറവില്ലെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. സോ ലിപ്സ്റ്റിക് ഇടാൻ പോകണം ഇനിയാണ്. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. അവസാനത്തെ ഫൈനൽ ടച്ചപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂ വയ്ക്കുക. റെഡി ആയിട്ട് നിൽപ്പുണ്ട് പൂവൊക്കെ വെച്ച് തരാനായിട്ട്. സോ അത് ചെയ്യാം. അങ്ങനെ പൂവൊക്കെ വെച്ച് അത്യാവശ്യം ലുക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ കുറച്ചൊന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു, ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ പോവാണ്. സോ അവിടെ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് തന്നെയാണ് ഞാനിന്ന് മെയിനായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും ചാനൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.